അപ്പോൾ രഞ്ജിനി ഹരിദാസിനെതിരെ ഒരു യുവതി കരഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥി, അതായത് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വന്ന ഒരു മത്സരാർത്ഥിയാണിത്. അവരെ തെറി വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും എന്തിനാണ് തെറി വിളിക്കുന്ന ദൃശ്യം ഞാൻ നിങ്ങൾക്ക് എന്തായാലും പ്ലേ ചെയ്ത് തരാം. അതിനുശേഷം ഈ ഒരു യുവതി ലൈവില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചു തരാം. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഈ ബിഗ് ബോസില് സീസൺ 8 പ്രൊമോ ഒന്ന് കണ്ടിട്ട് വരാം. ഒരു 4 പ്രൊമോ ആണ് ഇപ്പൊ ലാസ്റ്റ് വന്നിരിക്കുന്നത്. അത് കാണുന്നതിന് മുമ്പ് വേറൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും സ്ത്രീകളെ ബഹുമാനിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇയാള് സ്ത്രീകളെ വളരെ താഴ്ത്തി കെട്ടിയാണ് സംസാരിക്കുന്നത്. സ്ത്രീകളെ വേറെ ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു മിഷൻ ആണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഒരുപാട് വൃത്തികേടുകളാണ് സ്ത്രീകളെ കുറിച്ച് ഇയാൾ പറയുന്നത്. അയാൾ കുറച്ച് കാര്യം സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ കാര്യം ഞാൻ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു വീഡിയോ വെച്ച് തരാം. സ്ത്രീകളെ ബഹുമാനിക്കുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. എന്തായാലും വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് പ്രൊമോ ഒന്ന് കണ്ടിട്ട് വരാം. ഷേയുടെ ഏറ്റവും ഫേവറേറ്റ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആരാണ്? രഞ്ജന ചേച്ചി. ചേച്ചി ഇതിന് ഒരു ടൈറ്റിൽ വിന്നർ ആകാൻ എഴുതിയേക്കുന്ന വേറെന്തോ ആണ്. ബട്ട് ഓക്കെ, എഴുതിയേക്കുന്നത് നിങ്ങൾ സൂം ചെയ്തോളൂ. ആരും ഇല്ലാന്നായിരിക്കും ഞാൻ എഴുതിയേക്കുന്ന ഈ വർഷം അന്ന വിജയല്ലേ? ഇതിൽ എഴുതിയേക്കുന്ന പേരാരാ? It says you admire Pearly Mani as a contestant. Is it? അല്ല എപ്പോ സംഭവിച്ചു? അല്ല എന്റെ എഴുതി കുഴപ്പമില്ല. ഐ എം നോട്ട് ഫൈറ്റിംഗ് ഇറ്റ്. ഞാനെന്ന് പറഞ്ഞപ്പോ ഞാൻ ഷോക്കായി പോയി. അപ്പൊ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണിത്. അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കുമ്പോൾ ബിഗ് ബോസ് ഒരു ലിസ്റ്റ് കൊടുക്കും. ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുത്ത ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി പേളിമാണിയുടെ പേരാണ് എഴുതിയത്. പക്ഷെ രഞ്ജിനി ഹരിദാസ് ആണെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. പുള്ളിക്കാരിയുടെ വിചാരം രഞ്ജിനി ഹരിദാസിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റ് കൂടുതൽ കിട്ടുമെന്നാണ് പുള്ളിക്കാരി ഓർത്തത്. എന്തായാലും ആ സംഭവം കൈയോടെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു പ്രൊമോ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് രഞ്ജിനി ഹരിദാസ് ഒരു പെൺകുട്ടിയെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ടെന്ന് പറയില്ലേ, ആ ഒരു സംഭവം കാണാം. ഇന്നലെ ആ ഒരു ടാസ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയില്ല. അപ്പൊ വിഷമം ഉണ്ടായിരുന്നോ? ഇവിടെ ജസ്റ്റ് ഇത് സർവ് ചെയ്തിട്ടില്ല. പൂജ കരഞ്ഞത് കാരണം മാത്രം അവിടെ ഇമോഷണൽ സീൻ ഉണ്ടാക്കി. നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരുന്നോ? മെജോറിറ്റി പറഞ്ഞിരുന്നോ? ഒരു മിനിറ്റ്. നോ മോർ ടോക്കിംഗ്. When we say no more talking, you stop talking. പിന്നെ കൂടുതൽ അലമ്പാ നോക്കിയാൽ ഞങ്ങൾ അലമ്പാക്കിയാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോ ഇവരെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷ ക്ലിയർ ആയിട്ട് എല്ലാവരും കാണുന്നവരാണെങ്കിൽ അവർക്കൊക്കെ അറിയാൻ പറ്റും. ഇവരാണ് പൂജ. ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടാസ്കില് ഈ ഒരു പെണ്ണിനെ ഒരുത്തൻ ചതിക്കുവാണ്. അപ്പൊ ഈ പൂജ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. അപ്പൊ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവള് പറയുവാണ് എന്നെ ചതിച്ചതാണ്. അപ്പോ റിനീഷ ഡയറക്റ്റ് ആയിട്ട് പുള്ളിക്കാരി വിജയിച്ചു എന്നുള്ള രീതിയിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. അതായത് അവിടെ നിൽക്കുന്ന എല്ലാവരോടും ചോദിച്ചിട്ടാണ് പ്രഖ്യാപിച്ചത്. അതായത് ഈ പൂജയെ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അവരെല്ലാരും പറഞ്ഞത് പിന്നെ ഒരു പ്രശ്നവും ഇല്ലെന്നാണ്. അങ്ങനെ രഞ്ജിനി ഹരിദാസ് ഇവരോടൊക്കെ വന്ന് പറയുകയാണ് എന്തിന് പൂജയെ വിജയിപ്പിച്ചു എന്ന്. അതൊക്കെ തെറ്റല്ലേ? ഇവരോടൊക്കെ ചോദിച്ചിട്ട് മാത്രമാണ് ഈ പൂജയെ വിജയിപ്പിച്ചത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ പൂജ ആരാണെന്നുള്ളതിന്റെ വീഡിയോ ദൃശ്യം ഒന്ന് കണ്ടിട്ട് വരാം. പൂജ ജസ്റ്റ് ആ ഗെയിമിനെ എന്താണ് പൂജയ്ക്ക് സംഭവിച്ച ആ ടാസ്കിൽ നിന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തരാനുള്ളത്. ഓൾറെഡി അവനായിട്ട് പരിചയമുള്ള കാരണം അവൻ താന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അന്നേരം ബിഗ് ബോസിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. തുടക്കത്തിലേ തന്നെ നമുക്ക് അത് മനസ്സിലാക്കി തന്നു. ഒരാളെ വിശ്വസിക്കരുത്, കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കരുത്. വഴി കാണുന്നവനെ ഒന്നും വിശ്വസിക്കാൻ പോകരുത്. വഴി കാണുന്നവനെ മാത്രമല്ല പരിചയമുള്ളവനെയും. ഇതാണ് ഞാൻ പഠിച്ചത്. ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ടായിരുന്നു. അർഹതപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടും. അത് നഷ്ടപ്പെട്ടു പോയാലും കിട്ടുമെന്നുള്ള കഴിവും പരിശ്രമവും ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് വെക്കുക. അർഹതയുള്ളതാണെങ്കിൽ തേടി. ആരാണ് ഈ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ എന്നാണ് തോന്നുന്നത്. അതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഞാൻ പൂജയാണ് ഡെഫിനറ്റ്ലി പറയും. ബിക്കോസ് പൂജ ആരെയാണ് തോന്നുന്നത്? ബേസ്ഡ് ഓൺ വാട്ട് ഐ റിയലി ഹാവ് ടു സേ എനിക്ക് അറിയില്ല. എന്നാലും ഫസ്റ്റ് ഇംപ്രഷനിൽ ബട്ട് ഞാൻ പൂജയാണ് ഡെഫിനറ്റ്ലി പറയും. ബിക്കോസ് പൂജ ഫൈനലി. അപ്പൊ ഈ 40 പേരിൽ പൂജയെ സെലക്ട് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. 40 പേരിൽ ഒരാള് ഇത്തിരിയെങ്കിലും നന്നായിട്ട് സംസാരിക്കുന്ന പവറുള്ള നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാള് പൂജ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രഞ്ജിനി ഹരിദാസ് പഞ്ഞിക്കിട്ട ഒരു യുവതി ഉണ്ടല്ലോ. അവര് രഞ്ജിനി ഹരിദാസിനെതിരെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പെട്ടെന്ന് അതൊന്ന് കേട്ടു വരാം. പൂജയുടെ കൂടെ നിന്ന് തല്ലുകൂടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് അലമ്പാക്കിയിരുന്നെങ്കിൽ എനിക്കും 20th പൊസിഷനിൽ പോകാൻ പറ്റുമായിരുന്നു. ഹലോ, ഞാൻ പൂജ അജയ്. ഞാൻ ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയിലെ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ ബിഗ് ബോസ് ഇപ്രാവശ്യത്തിൽ 2 പൂജ ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഈ സീസണിൽ 2 പൂജയുണ്ട്. ഒന്ന് പൂജ ശരത്തും ഒന്ന് പൂജ അജയ്, അതായത് ഞാനും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. ജിയോ ഹോട്ട്സ്റ്റാറിലും വന്നു 12 മണിക്ക്. ഇപ്പോൾ 9 മണിക്ക് ഏഷ്യാനെറ്റിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 2 ഷോയും കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പൂജ ശരത്ത് അവിടെ കിടന്ന് കരഞ്ഞ് അങ്ങനെ
ഭയങ്കരമായിട്ട് അത് മത്സ്യത്തെ താഴെ ടാസ്കിൽ നന്നായിട്ട് കളിച്ച് അങ്ങനെ കിടന്ന് കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബാക്കിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ പേര് അതാണ് പിന്നെ അതിന് കമന്റ് ഒക്കെ ഇട്ടിട്ട് നീ എന്തായിരുന്നു ബാക്കിൽ ചെയ്ത്, നീ എന്തിനാ പോയത്, ഇങ്ങനെ കുറെ കമന്റ്സ്. അപ്പൊ അതിനുള്ള മറുപടി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും അവിടെ നടന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തെ താഴെ എന്ന് പറഞ്ഞ ടാസ്കിൽ നമ്മുടെ ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ കണ്ടസ്റ്റന്റിന് പ്ലേസിൽ പോയി നിൽക്കാനും പറ്റുള്ളൂ, ആ കണ്ടസ്റ്റന്റ് ജയിക്കുകയുള്ളൂ. ബട്ട് ഇവിടെ പൂജ ശരത്തും ഞാനും, എനിക്കും ക്ലൂ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പൂജ ശരത്തും ക്ലൂ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ലോക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ആ ലോക്ക് നമ്മുടെ ഷ്യാം എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ലോക്ക് നമ്മൾ തുറക്കുന്ന സമയത്ത് അത് ജാമാക്കി വെച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തുറക്കാൻ പറ്റിയില്ല. മെയിൻ ഹൈലൈറ്റ് എനിക്കും ക്ലൂ കാർഡ് ഉണ്ട്, പൂജയ്ക്കും ക്ലൂ കാർഡ് ഉണ്ട്, പൂജ ശരത്തിനും ക്ലൂ കാർഡ് ഉണ്ട്. അവൾക്ക് തുറക്കാൻ പറ്റില്ല, അവൾ കിടന്ന് കരച്ചിലായി, ബഹളമായി, അലമ്പായി. ഞാൻ അവിടെ കിടന്നിട്ട് എനിക്ക് തുറക്കാൻ പറ്റിയില്ല. എനിക്ക് പിന്നെ അവിടെ കിടന്നിട്ട് വെള്ളം പോലെ കരയാൻ പറ്റില്ലായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കരയുന്നൊരു പേഴ്സൺ അല്ല. ഞാൻ കരയാത്തത് കാരണം എനിക്ക് ആ 20th പൊസിഷനിൽ വരാൻ പറ്റില്ല. അതാണ് നടന്ന സത്യം. പൂജ ചേർത്ത് കരയുന്നു. അപ്പൊ എല്ലാവരും ചോദിക്കും നമുക്ക് പൂജയ്ക്ക് ഒരു അവസരം കൊടുക്കല്ലേ. അത് ഇവിടെ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് പൂജയ്ക്ക് ഒരു അവസരം കൊടുക്കല്ലേ പറയുന്നു. അപ്പൊ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നു. പൂജ 20th പൊസിഷനിൽ പോകുന്നു. അപ്പൊ അവിടെ ഞാൻ ആരായി, കരയാൻ പറ്റാത്ത കാരണം മാത്രമാണ് എനിക്ക് 20th പൊസിഷനിൽ പോകാൻ പറ്റുന്നത്. അവിടെ പൂജയുടെ കൂടെ നിന്ന് തല്ലുകൂടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് അലമ്പാക്കിയിരുന്നെങ്കിൽ എനിക്കും 20th പൊസിഷനിൽ പോകാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇതാണ് അവിടെ നടന്നത്. ഇവിടെ ഇപ്പോൾ ഇത്രയും കാലം ബിഗ് ബോസിൽ കണ്ടുവരുന്ന എന്താ പറഞ്ഞാൽ കൂടുതൽ കരഞ്ഞ് മെഴുകി നിൽക്കുന്ന ആൾക്കാരാണ് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആവാൻ പോകുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് ഈ ഒരു സീസണിൽ ജസ്റ്റ് ഒന്ന് മാറ്റേണ്ടതാണ്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ പ്ലീസ് സപ്പോർട്ട് ട്രൂ നേച്ചർ കാണിച്ച് നിൽക്കുന്നത്. അല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ പാവമാണെന്ന് വിചാരിച്ച് അവർക്ക് വോട്ട് കൊടുക്കാതെ പ്രോപ്പറായിട്ട് എല്ലാം കണ്ടു മനസ്സിലാക്കി ഓഡിയൻസ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും പെൺകുട്ടികളെ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു പുള്ളിക്കാരനുണ്ട്, ഒരു കിളവൻ. അപ്പൊ പുള്ളിക്കാരനെ കുറിച്ച് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഒരു സ്ത്രീകളെയും അങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഒരു സ്ത്രീകളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. ഒന്ന് ആലോചിക്കുക, ഒരു പെണ്ണെന്ന് പറയുന്നത് ശാരീരികമായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഷ്യനാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരന്റെ സംസാരം. വല്ലാത്ത കഷ്ടം തന്നെയാണത്. എന്തായാലും നമുക്ക് അയാൾ പറയുന്നൊന്ന് കേട്ടിട്ട് വരാം, എന്നിട്ട് അയാൾക്കുള്ള മറുപടി കൊടുക്കാം. പുരുഷന്മാര് ഈ സ്ത്രീകളെ ചരക്കെന്ന് വിളിക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടി പോയാൽ അവള് വെടിയാന്ന് പറയണമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ പുരുഷന് സ്ത്രീ എന്ന് പറയുന്നത് അവന്റെ ലൈംഗിക താല്പര്യത്തിന് മാത്രമുള്ള ഒരു വസ്തുവായിട്ടാണോ കാണുന്നത്? അതെ, ഇതത്ര മനുഷ്യൻ പുരുഷന്മാരുടെ ലോകമാണ്, പുരുഷന്റെ വസ്തുക്കളാണ്. പുരുഷന്മാരുടെ ലോകത്തെ വസ്തുക്കളായി എന്നേ സ്ത്രീകൾ മാറിപ്പോയി. പശുക്കളാണ് സ്ത്രീകളല്ല. യാഥാർത്ഥ്യം അതാണെന്ന് മനസ്സിലാക്കണം. പശുവിനെ വാങ്ങിക്കൊണ്ട് പോകുന്ന പോലെ കൊണ്ടുപോകുന്നുണ്ട്. പെണ്ണ് കാണുമ്പോ എന്തോ ഈ കാണുന്നേ, പെണ്ണിന്റെ ശരീരം മാത്രമേ ഉള്ളൂ, നിങ്ങളെ ആളില്ല. ആണ് കാണൽ ചടങ്ങുണ്ടോ? ചേട്ടാ കാപ്പി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ചെല്ലത്തില്ലേ? കാപ്പി ഇട്ടുകൊണ്ട് ചെല്ലുന്നാര്? പിന്നെ പശുവാ. പശുവിനെന്തുവാ നോക്കുന്നേ? മുലയുണ്ടോ എന്ന് നോക്കും, ഇറച്ചി ഉണ്ടെന്നോ വാലുണ്ടെന്നോ, ഇതൊക്കെയല്ലേ നോക്കുന്നേ. ഇതല്ലേ പെണ്ണ് കാണുക എന്ന് പറഞ്ഞ അർത്ഥം. റോഡിൽ പോയിട്ട് സാധനം മേടിക്കുന്ന പോലെ തന്നെയാ മേടിക്കുന്നേ. അതുകൊണ്ടാണ് ചരക്കെന്നൊക്കെ അവർ വിളിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും അറിയാത്, പുരുഷന്മാർക്ക് എല്ലാവർക്കും അറിയാത് വസ്തുക്കളാണ്. ഈ ലിവിങ് ടുഗദർ ആണോ വിവാഹമാണോ എന്ന് പറഞ്ഞ ചോദ്യമൊന്നുമില്ല. വിവാഹം എന്ന് പറയുന്നത് രാജാക്കന്മാർ കണ്ടുപിടിക്കുകയും അതിനോട് ബന്ധപ്പെട്ട് ആളുകളുടെ ടാക്സ് മേടിക്കാൻ വേണ്ടിയുള്ള ഒരു സമ്പ്രദായമായിട്ടാണ് അത് വരുന്നത്. പണ്ട് സ്ത്രീകൾ മാറ് മറയ്ക്കാൻ സമ്മതിച്ചില്ലെന്നൊക്കെ പറയുമ്പോൾ മാറ് കാണാനല്ല. പൗരന്മാർക്ക് ജാതിയും മതവും ബാധകമല്ല. വ്യക്തികളെ ഉള്ളു, ആണും പെണ്ണേ ഉള്ളു, എണ്ണകളെ ഉള്ളു. ഇഷ്ടമുള്ളവരുമായിട്ട് ബന്ധമുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണെന്ന് പറയുന്നത് എന്തിനായവാണ്? ഇവിടുത്തെ മാട്രിമോണിയൊക്കെ എങ്ങനെയാണ്? നായർ മാട്രിമോണി, ഈഴവ മാട്രിമോണി, ബ്രാഹ്മൺ മാട്രിമോണി എന്നല്ലേ ഉള്ളത്, അല്ലാതെ മനുഷ്യർ മാട്രിമോണി എന്ന് പറഞ്ഞിട്ടുണ്ടാ? ഒന്നാലോചിക്കുക, ഇയാൾ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? സ്ത്രീകളെ ആദ്യം ബഹുമാനിക്കാൻ പഠിക്കണം. നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും അതുപോലെ ഉള്ള എല്ലാവർക്കും, ഭാര്യമാരും എല്ലാവർക്കും അവരുടേതായ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഇല്ലേ? അവരും മനുഷ്യന്മാരല്ലേ. ഈ ആണുങ്ങളെ പോലെ തന്നെയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഈ പെണ്ണുങ്ങൾക്കും ഉണ്ട്. കറങ്ങാൻ പോകാനും ആഗ്രഹമുണ്ട്, ഒരുപാട് എൻജോയ് ചെയ്യാനും ആഗ്രഹമുണ്ട്, എല്ലാം ഉണ്ട്. അവരും മനുഷ്യരാണ്. ഈ കിളവൻ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? പെണ്ണുങ്ങളെ അത്രയും അബദ്ധം പതിച്ച് സംസാരിക്കുന്നത്. ഈ പെണ്ണുങ്ങൾക്കൊക്കെ എല്ലാ ഫ്രീഡവും കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.